ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2-ൻ്റെ ഇനി വരുന്ന 1-2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ കുറച്ച് സീനൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. കാരണം ഇന്നലെ പറഞ്ഞതിൽ കുറച്ച് ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അത് അടുത്ത ദിവസത്തേലൊക്കെ വരും. അങ്ങനെയാണ്. എന്തായാലും ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ വരുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ വേറെ എന്താണ്, എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. നല്ലൊരു ശുഭദിനം ആദ്യമേ തന്നെ പറയണു. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ അനുവും അലോകും തമ്മിൽ പൊടിപൂരം, ഒരാൾക്കിട്ട് ഒരു പണി വയ്ക്കുമ്പോൾ അടുത്ത ആൾ ഇരട്ടി പണി തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അനുശ്രീയും അലോകും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലപീല പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നമ്മുടെ അലോക് അനുവിനെ നിർബന്ധിച്ച് വിട്ട് കടലമിഠായിയൊക്കെ മേടിപ്പിച്ചല്ലോ. പക്ഷേ അനു നോക്കുമ്പോൾ വേറൊന്നുമല്ല, കടലമിഠായിയുടെ പേരും പറഞ്ഞ് അച്ഛൻ എന്നെ ആട്ടിയാലും കുഴപ്പമില്ല, ആ റിസൾട്ടിൻ്റെ കാര്യം എൻ്റെ അച്ഛനോട് നേരിട്ട് പറയാലോ. അങ്ങനെ ആ ഒരു ആഗ്രഹം അനുവിന് സാധിച്ചു. അതിനുശേഷം ലോക് വന്ന് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവർ തിരിച്ച് വരെയാണ്. അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് ദേവിയൊക്കെ അറിഞ്ഞല്ലോ അനുവിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ തിരിച്ച് അവർ ലോക് അവിടെ നിന്ന് അനുവിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കാറിലോട്ട് കയറാൻ വരെയാണ്. ആ സമയത്ത് നമ്മുടെ അനു നമ്മുടെ ബാലച്ചനെയൊക്കെ സമാധാനിപ്പിക്കുകയാണ്. അവളോട് ദേഷ്യപ്പെടേണ്ട, എന്തായാലും അവൾ നല്ല മാർക്കൊക്കെ മേടിച്ചല്ലോ. എന്നാലും അനു വന്നതിൻ്റെ ഒരു സങ്കടം ബാലച്ചൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഗോമതി അടുക്കളയിൽ എന്തോ പച്ചക്കറിയൊക്കെ അരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ദേവിയുടെ കോള് വരും. അങ്ങനെ നമ്മുടെ ഗോമതി ഫോൺ എടുക്കുകയാണ്. അല്ല, ഈ സമയത്ത് എന്താ ദേവി മോള് വിളിക്കണത്? അപ്പോൾ ഫോൺ എടുത്തിട്ട്, എന്താ മോളെ നീ ഈ സമയത്ത് വിളിച്ചത്? അപ്പോൾ പറയാം, അമ്മേ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ മോളെ? അതെ, നമ്മുടെ അനുശ്രീയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആരെയും ഒന്നും കേൾക്കണ്ട, റിസൾട്ട് വന്നെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ എന്തിനാ ദേവി നീ എന്നിങ്ങനെ പറയും. കാരണം അതൊരു ഫോർമാലിറ്റിക്ക് പറയണേന്. ആ ഉള്ളിൽ എത്രത്തോളം പിടയ്ക്കുന്നുണ്ട്, ഒരു അമ്മയുടെ ഉള്ളിൽ എത്രത്തോളം പിടയ്ക്കുന്നുണ്ടെന്ന് ദേവിക്കറിയാം. അമ്മ അവൾക്ക് 95% മാർക്കുണ്ട്, നല്ല മാർക്ക് അമ്മയെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഗോമതിയുടെ നെഞ്ചിലൊക്കെ ഒരു സന്തോഷം അങ്ങ് അലയടിക്കുകയാണ്. കാരണം എൻ്റെ മോൾ ഒരു 90% മാർക്കെങ്കിലും അവൾക്ക് കിട്ടണേന്ന് നേർന്നിരുന്ന ആളാണ് നമ്മുടെ ഗോമതി. ആ സ്ഥാനത്ത് 95%-നേക്കാൾ മാർക്കുണ്ടെന്ന് കേട്ടപ്പോൾ ഗോമതിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം ആ ഒരു രീതിയിലായപ്പോൾ ഗോമതി പതുക്കെ ഫോൺ വെക്കാനായിട്ടോ. കാരണം ദേവിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് വെച്ചാൽ കോളം കട്ട് എൻ്റെ ഗോമതി മനസ്സുകൊണ്ട് സന്തോഷിക്കാനായിട്ടോ. അപ്പോഴേക്കും ദേവി മനസ്സിൽ ഓർക്കും, അല്ല അമ്മ എന്തായിരിക്കും കോള് കട്ട് ചെയ്ത് കളഞ്ഞത്? അനുമോളുടെ റിസൾട്ട് ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് അമ്മയ്ക്കൊരു സന്തോഷമൊന്നും ഇല്ലേന്ന് ദേവി ഇങ്ങനെ ഓർക്കുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അലോകും അനുവും കൂടെ റോഡിൽ നിന്നിട്ട് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണേ. നീ എൻ്റെ കൂടെ കളിക്കണത് നീ നോക്കിയും കണ്ട് നീ കളിച്ചോണം, കാരണം നീ എന്നോട് കളിച്ചാൽ അതിൻ്റെ ഇരട്ടി പണി ഞാൻ നിനക്ക് തരും അലോകെന്ന്. അപ്പോൾ അലോക് തിരിച്ച് അനുവിനെയും വെല്ലുവിളിക്കുകയാണ്, നീ എന്ത് ചെയ്യൂടി, നീ ഒരു പെണ്ണാ, നീ കണ്ടോ നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ ആങ്ങളമാരുടെയും മുന്നിലിട്ട് എനിക്ക് കിട്ടുന്ന ഓരോ അവസരവും ഞാൻ ഒട്ടും പാഴാക്കുലടി എന്ന് പറയാം. അങ്ങനെ അനുവിൻ്റെ കൈയൊക്കെ ഇറുക്കി പിടിച്ച് അലോക് എന്തൊക്കെ ഡയലോഗ് ഇടുന്ന സമയത്താണ് അവിടെ ഒരു പോലീസ് വണ്ടി വരുന്നതും. ആ പോലീസുകാരൻ ചോദിക്കുമ്പോൾ അനു പറയും, എൻ്റെ ഭർത്താവാണ്, പക്ഷേ എന്നെ ഇങ്ങനെ വഴക്കു പറയും, ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നിട്ടും അലോകിന് എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല എന്നൊക്കെ പറയാം. അപ്പോഴേക്കും പോലീസുകാരൻ അയാളങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും, അലോകിൻ്റെ ചെവി പിടിച്ചങ്ങോട്ട് തിരിച്ചിട്ട് പറയടാ, ഒരു പെൺകുട്ടീനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് നീ എന്നടാ കാണിക്കണത്? മോളെ എവൻ്റെ പേരിനൊരു കംപ്ലൈൻറ്റിങ് എഴുതി തന്നെ IPC ഇത്ര ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എവൻ്റെ പേരിൽ ഒരു ചാർജ് അങ്ങ് ഇട്ട് കൊടുക്കാം, പിന്നെ അവനെ ഒരു 5-6 കൊല്ലത്തേക്ക് പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അനു പറഞ്ഞു, ഇല്ല സാറേ, ഇപ്രാവശ്യത്തേക്ക് ഒന്ന് വിരട്ടിയാൽ മതി, പെറ്റീഷൻ ഒന്നും കൊടുക്കണ്ട, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ സാറേ എന്ന് പറയാം. എടാ കണ്ടോടാ, നിനക്ക് ആ കുട്ടി തരുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും നിനക്കില്ലല്ലോ. അയ്യോ എൻ്റെ പൊന്ന് സാറേ, എവള് ചുമ്മാതെ പറയണേന്, എനിക്ക് എവളെ വലിയ ഇഷ്ടമാണ്, ഞാൻ ഒരു ഇതും എവളോട് ചെയ്തില്ല. അപ്പോൾ അനു പറഞ്ഞു, എൻ്റെ അടുത്ത് സ്ത്രീധനത്തിൻ്റെ കേസ് വരെ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സാറേ എന്ന് പറഞ്ഞു. ആണോടാ, സ്ത്രീധനം വാങ്ങണതും കൊടുക്കണതും തെറ്റാണെന്ന് അറിയില്ലേടാ, നീ ചോദിച്ചോടാ. എൻ്റെ പൊന്ന് സാറേ. അപ്പോഴേക്ക് അലോക് അനുവിൻ്റെ അടുത്ത് ചെന്നിട്ട്, ഞാൻ എപ്പോഴാടി നിൻ്റെ അടുത്ത് സ്ത്രീധനം ചോദിച്ചേ? ഈ ഒരു ഡയലോഗ് ഞാൻ ഇന്നലത്തെ ഇതിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് കരുതല്. അങ്ങനെ അങ്ങോട്ട് പോലീസുകാരെ നല്ല താക്കീതൊക്കെ കൊടുത്തിട്ട്, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 122 എന്ന് പറയുന്ന നമ്പറിൽ മോള് വിളിച്ചാൽ മതി, ഏത് പോലീസാരെങ്കിലും ആ ടൈമിൽ മോളുടെ അടുത്ത് എത്തും. ആയിക്കോട്ടെ സാറേ, ഇനി എൻ്റെ
വീട്ടുകാരെയോ എന്നെയോ എന്തെങ്കിലും ഇയാൾ പറയുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ വിളിക്കുകയും ചെയ്യും, കംപ്ലൈൻറ്റും കൊടുക്കുമെന്ന് പറയണം. ഇത് കേട്ട് അലോക ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമംഗലം കാണിക്കുകയാണ്. കാരണം അനുമോൾ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്, വീട്ടിൽ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. കാരണം ദേവമംഗലത്തിൽ ഇപ്പോൾ എൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അവിടെ ആയിരുന്നു എങ്കിൽ അച്ഛനും അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിമാരും ഞങ്ങളൊക്കെ എന്ത് സന്തോഷത്തിൽ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തേനെ അത് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ ഓർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ അപ്പുറത്തെ റൂമിൽ നമ്മുടെ അച്യുതനും അലോകും നിൽക്കുകയാണ്. ആ സ്ഥലത്ത് നമ്മുടെ അനന്തൻ വരെയാണ്. അനന്തൻ വന്നിട്ട് അലോകിൻ്റെ അടുത്ത് പറയും, അലോകെ നീ അനുവിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വെക്കണം. കാര്യം വേറൊന്നുമല്ല, അവളൊരു മരുമോളായിട്ടല്ല ഈ കൃഷ്ണമംഗലത്ത് വന്നേക്കണം, അവളെ ഒരു മകളുടെ സ്ഥാനം കൊടുക്കണം. നീ അവളെ ഒരു ഭാര്യയായിട്ട് സ്നേഹിക്കുകയും അവളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുകയും വേണമെന്ന് പറയും. അപ്പോൾ പറയാം, അങ്കിള് വലിയ ഞാൻ അതൊക്കെ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ റിസൾട്ട് വന്നത് നീ അറിഞ്ഞല്ലോ, അവൾക്ക് പഠിച്ചൊരു IAS ആവണമെന്ന് ആഗ്രഹമൊന്നും നന്ദിനി പറഞ്ഞു കേട്ടോ. അവളുടെ ആഗ്രഹം അതായിരുന്നു എന്നും. പിന്നെ ബാലനും ഗോമതിയും അവളെ ഒരു IAS കാരി ആക്കണമെന്നായിരുന്നു എന്നും ആഗ്രഹം. ഇനി അത് കൃഷ്ണമംഗലത്ത് നിന്നുകൊണ്ട് നമുക്കത് സാധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അലോക് പറയും, പിന്നെ അവളെ ഇനി പഠിപ്പിക്കാനൊന്നും പോകണില്ല വലിയച്ഛ, അത് നീയാണോ തീരുമാനിക്കണം, നിനക്ക് വൈകി ഞാൻ പഠിപ്പിക്കും, നിനക്ക് വല്ല എതിർപ്പുണ്ടോ എന്ന് അലോകിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അലോക് പറയും, ഇല്ല. അപ്പം അനന്തം പറയും, എന്നാൽ ഇനി അവളെ IASൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വിടാൻ പോകണമെന്ന് പറയും. അപ്പോൾ അലോക് പറയും, വലിയച്ഛൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിലൊന്നും ഇല്ലയെന്ന് പറയാം. എന്നിട്ട് അനന്തം ശരിയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അച്യുതനും അലോകും കൂടെ മനസ്സിരുന്ന് തമ്മി പറയാം, ഈ ഇടയായിട്ട് ഈ വലിയച്ഛന് അനുവിൻ്റെ അടുത്ത് ഒരു പ്രത്യേക താല്പര്യമാണ്. അപ്പം അച്യുതൻ പറയാം, അല്ലെങ്കിൽ ഏട്ടൻ ഇച്ചിരി കൂറ് കൂടുതലാണ്, എന്താണെന്ന് ആർക്കറിയാം. അപ്പോഴേ നമ്മുടെ അലോക് പറയാം, അത് ആ മിത്ര കാരണമാണ്. കാരണം അവൾ വന്ന വലിയച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കല്ലേ. കാരണം എന്താണ്, ഇവിടെ അനുവിൻ്റെ അടുത്ത് അലോക് എന്തെങ്കിലും തെറ്റായിട്ടോ ദേഷ്യപ്പെട്ടോ ചെയ്തു കഴിഞ്ഞാൽ ആര്യൻ അവിടെ മിത്രയുടെ അടുത്തും അതുപോലെ പെരുമാറും. അച്ഛൻ അതുകൊണ്ട് അനുവിൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയെങ്കിലും ഒരു ശ്രദ്ധ വെക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെയാണ്. അതിനെ ബേസ് ചെയ്താണ് ഇപ്പോഴത്തെ ഈ ഡയലോഗ് എന്ന് അലോക് അച്യുതൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ അനു ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് നമ്മുടെ സുകന്യ വരുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് അനു ശ്രദ്ധിക്കുന്നുണ്ട് ഈ സുകന്യയുടെ വരവും പോക്കൊക്കെ. സുകന്യയിട്ട് വന്നു കഴിഞ്ഞാലും അച്ചുമാമൻ്റെ അടുത്തും അതുപോലെ തന്നെ അനന്തനങ്ങളുടെ അടുത്തും അലോകിൻ്റെ അടുത്തും ഭയങ്കര റെസ്പെക്റ്റും സ്നേഹത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിൽ എന്തോ ഒരു സംതിങ് ഇല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ അനുമോക്ക് തോന്നുകയാണ്. കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു ദുരുദ്ദേശം സുകന്യേട്ടത്തേക്ക് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇന്നും വന്ന് പോയ ശേഷം ഈ അനു നേരെ ഇന്ദിരാമ്മയുടെ അടുത്ത് ചെല്ലണം കേട്ടോ. മുത്തശ്ശി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, അതെ, ഈ സുകന്യേട്ടത്തി ഇവിടെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്തോ ഒരു സംതിങ്, ഒരു ചുറ്റിക്കളി ഇല്ലേ എന്നുള്ളത്. അവിടെ ദേവമംഗലത്തിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഓരോരുത്തർക്കിട്ട് പാര വയ്ക്കലും പണിയുമാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞ്, അവൾ ചില്ലറ ഫ്രോഡൊന്നുമല്ല, എനിക്കറിയാം മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ചുറ്റിന് നോക്കും, ആരെങ്കിലും രാജശ്രീയോ നന്ദിനിയോ ആരെങ്കിലും അവിടെ ഉണ്ടോയെന്ന്. എൻ്റെ അനുവിൻ്റെ അടുത്ത് പറയും, മോക്കൊരു രഹസ്യം അറിയോ? ഞാൻ പറയാം, പക്ഷെ മോൾ ആരോടും പറയരുത് എന്നിങ്ങനെ പറയോട്ടെ. എന്നിട്ട് പറയാണ്, അതെ, ഈ നമ്മുടെ ധർമ്മന് ഈ സുകന്യേനെ കല്യാണം ആലോചിച്ച് കല്യാണം നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശി അറിയുന്നത് ഈ സുകന്യ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതാണെന്ന്. അതായത് കൂടെ പഠിച്ച ഏതോ ഒരു പയ്യനെ കല്യാണം കഴിച്ച ഒരു പണച്ചാക്ക് ചെറുക്കനായിരുന്നു. എന്നിട്ട് അവൻ്റെ പണമൊക്കെ കുറേ കൈക്കലാക്കി എന്നിട്ട് അവനെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അവൻ പണവും ചോദിച്ച് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് അവർ തമ്മിൽ കാണുമെന്നോ ഫോൺ ചെയ്യുമെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് അത് അറിഞ്ഞതെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞു, പക്ഷേ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടെന്നുള്ളത് ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പം നമ്മുടെ അനു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം നടന്നായിരുന്നോ? എൻ്റെ ധർമ്മമാമൻ പാവം എന്നിങ്ങനെ അനു പറയണം. അതെ, എൻ്റെ മോൻ പാവം, അവൻ ഈ ചതിക്കുഴി പെട്ടുപോയല്ലോ, നമ്മളെ കുടുംബത്തിൽ ഇതുപോലൊരു പിശാചി വന്ന് കയറിയല്ലോ അനുമോളേന്ന് മുത്തശ്ശി സങ്കടപ്പെട്ട് പറയണം. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഞാൻ അവളെ വിളിച്ച് നല്ല താക്കീത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ദേവമംഗലം കുടുംബത്തിനോ കൃഷ്ണമംഗലം കുടുംബത്തിലോ ഒരാൾക്കെതിരെ അവളുടെ ചെറുവിരൽ നീങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും നിൻ്റെ കള്ളത്തരങ്ങളെല്ലാന്ന്. അങ്ങനെ ഇപ്പോൾ തല താന്നാണ് സുകന്യ നിൽക്കണേന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അനു പറഞ്ഞു, മുത്തശ്ശിക്ക് വേറൊരു കാര്യം അറിയോ? അലോകും ഞാനും തമ്മിൽ ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെയും ഞങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചത് ഈ സുകന്യേട്ടത്തിയാണ്. അലോകിൻ്റെ കോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും സുകന്യേട്ടത്തിയുടെ ഫോണിൽ വിളിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുതരും. അങ്ങനെയാണ് ഈ അലോകിൻ്റെ കൂടെ എനിക്ക് ഇറങ്ങി വരേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ആ സമയം മുത്തശ്ശി അപ്പോഴാണ് അറിയണത് സുകന്യയുടെ കളി അവിടെയും നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴേക്കും അനു പറഞ്ഞു, എന്തായാലും ഞാൻ ഇതിനിട്ട് സുകന്യേട്ടത്തിക്ക് 8ൻ്റെ ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്, മുത്തശ്ശി കണ്ടോ? അപ്പം മുത്തശ്ശി പറഞ്ഞു, അതിനു വേണ്ടി എന്ത് സപ്പോർട്ടിനും ഞാൻ
എൻ്റെ മോളെ കൂടെ ഉണ്ടാവുമെന്ന് അനുവിൻ്റെ അടുത്ത് മുത്തശ്ശിയും പറഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗോമതി കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തിൻ്റെ ആ മതിലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. കാരണം ഇന്ദിരാമേനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇന്ദിരാമേനെ കണ്ടിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഷൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതി വിളിക്കുകയാണ്. അപ്പോൾ ഇന്ദിരാമ ദേ വരണു എന്ന് പറഞ്ഞിട്ട് വേഗം നമ്മുടെ ഗോമതിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയും, അതെ ഇന്ന് ഞങ്ങളുടെ മീനുവിൻ്റെ ബർത്ത്ഡേ അമ്മേ, അപ്പോൾ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഇന്ദിരാമ്മ പറയും, ഇന്ന് വൈകിട്ട് കൃഷ്ണമംഗലത്തും പായസം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പേരക്കുട്ടിയുടെ റിസൾട്ട് വന്നു, 95% മാർക്കുണ്ട്. എന്നിട്ട് ഞാൻ അവർക്കൊരു പായസം ഉണ്ടാക്കി കൊടുക്കണ്ടേ, എൻ്റെ മോളുടെ സന്തോഷമല്ലേ എന്ന് പറയും. അല്ല നീ അറിഞ്ഞില്ലേ ഗോമതി, നിൻ്റെ മോളുടെ റിസൾട്ട് ഒന്നും? അപ്പം പറഞ്ഞു, എനിക്ക് ആരെ കാര്യമൊന്നും അറിയണ്ട, അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശി ചോദിക്കും, അല്ല നമ്മുടെ മീനുവിൻ്റെ ബർത്ത്ഡേ മേടത്തിലല്ലേ, ഇന്നല്ലല്ലോ. അപ്പം ഗോമതി കിടന്ന് ഇങ്ങനെ പരുങ്ങും കേട്ടോ. അത് മലയാള മാസം വരുന്നതാ, അത് ഇന്ന് ഡേറ്റ് പറഞ്ഞതാ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറയും കേട്ടോ. അപ്പം നമ്മുടെ ഇന്ദിരാമ്മ പറയും, അതെ നീ വലിയ നമ്പറൊന്നും ഇറക്കണ്ട, ഇത് നിൻ്റെ മോളുടെ റിസൾട്ട് അറിഞ്ഞിട്ട് നീ ഉണ്ടാക്കിയതാണെന്ന് പറയും. പിന്നെ എനിക്കതല്ലേ പണി, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാമെന്ന് പറയും. അപ്പോഴേക്ക് ഇന്ദിരാമ്മ പറയും, ശരി നീ പൊക്കോ. എന്നിട്ട് ഗോമതി തിരിഞ്ഞു നിന്നിട്ട് വിളിച്ച് പറയാം, അതെ ഞാൻ ഉണ്ടാക്കിയ പായസമൊന്നും അവൾക്ക് കൊടുക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറയാം. ആർക്ക്? അനുശ്രീക്ക്. ഓ ശരി, ഞാൻ കൊടുക്കൂല എന്ന് പറയും. അങ്ങനെ അനു റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക്, അനു ഏതോ സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദിരാമ്മ ഒരു ഗ്ലാസ് പായസം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും, മോളെ നിനക്ക് ഞാനിന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. അതെയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആ പായസം കുടിക്കും. 1-2 പ്രാവശ്യം ഇങ്ങനെ കവള് കുടിച്ചിട്ട് പറയും, നല്ല സൂപ്പറായിട്ടുണ്ട് മുത്തശ്ശി, അടിപൊളി പായസം എന്ന് പറയും. പിന്നെയും കുടിച്ചിട്ട് പറയും, അതെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആട്ടോ ഒന്നിങ്ങനെ അനുശ്രീ പറയാം. അപ്പോൾ ഇന്ദിരാമ്മ പറയും, അത് കൊള്ളാം, നിൻ്റെ അമ്മയെന്ന് പറയണതേ എൻ്റെ മകളാണ്, അപ്പോൾ എൻ്റെ കൈപ്പുണ്യം അല്ലേടി അവൾക്കും ഉണ്ടാവത്തുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അനുമോള് വീണ്ടും കുടിച്ചിട്ട് പറയും, എനിക്ക് ഈ സമയത്ത് എൻ്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ വരാം മുത്തശ്ശി എന്ന് പറയാം. അപ്പം പറയും, നിനക്ക് നിൻ്റെ അമ്മയുടെ ഓർമ്മകൾ വരണു, സങ്കടം വരണു അല്ലേ, എന്നാൽ നീ ഒരു കാര്യം കേട്ടോ, ഇത് നിൻ്റെ അമ്മ ഉണ്ടാക്കിയത് തന്നെയാണ്. നിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് മീനുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നത്. പക്ഷേ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇത് അതൊന്നും അല്ല, ഇത് അനുവിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഈ പായസം എങ്കിൽ മേടിച്ചുകൊണ്ടുവന്നതെന്ന് പറയാം. അപ്പോൾ അനുവിന് ഒന്നും കൂടെ സങ്കടമാവേണം, എൻ്റെ അമ്മ പാവം എന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ ഇന്ദിരാമ്മ പറയും, അല്ല നിനക്ക് നിൻ്റെ അമ്മയോടുള്ള സ്നേഹവും അമ്മയുടെ രുചി വരെ അറിയാം, പക്ഷെ നീ അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലല്ലോ മോളെ. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ആലോകിൻ്റെ കൂടെ നീ ഇങ്ങനെ ഇറങ്ങി വരില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയണം കേട്ടോ. അപ്പോഴേക്കും അനു സങ്കടപ്പെടണം. അപ്പം മുത്തശ്ശി പറഞ്ഞു, നീ സങ്കടപ്പെടൊന്നും വേണ്ട, മുത്തശ്ശി പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കഴിയണം. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നമ്മുടെ ബാലനും അവരെല്ലാവരും, ബാലൻ കണക്കൊക്കെ എന്തോ എഴുതിക്കൊണ്ടിരിക്കണു. പിന്നെ നമ്മുടെ ദേവി സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാമേട്ട ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം പോണതിന് മുന്നേ ദേവിയുടെ അടുത്ത് പറയാം, മോളെ ഇവിടെ ഇപ്പോൾ ചില ആൾക്കാരൊന്നും ഉച്ചഭക്ഷണം കഴിക്കാറില്ല, അതാരാ രാമേട്ട? അത് നിൻ്റെ ബാലച്ചനും പോകാറില്ല, പിന്നെ നിൻ്റെ ധർമ്മമാമനും പോകാറില്ല. അതെന്താ ധർമ്മമാമൻ പോവാത്തത്? ധർമ്മം പോയി കുറച്ച് നേരം എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നിന്നിട്ട് ആ സമയം കഴിയുമ്പോൾ വരും. അപ്പോൾ അതാ ഇവിടെ സ്ഥിരം പണിയെന്ന് പറയും. അപ്പോൾ ധർമ്മന് ഇങ്ങനെ പരിങ്ങി നിൽക്കണം, അതെന്താ ധർമ്മമാമ അങ്ങനെ ചെയ്യണേ, ഉച്ചഭക്ഷണം കഴിക്കാത്ത എന്താ? അല്ല ബാലച്ചൻ കഴിക്കാത്ത എന്താ? എനിക്ക് വേണ്ട മോളെ എന്ന് പറയും. അപ്പോൾ പറയാം, എനിക്ക് ഇന്നടത്ത് പോകണം അവിടെ പോകണമെന്നൊക്കെ. അപ്പോൾ ദേവിക്ക് മനസ്സിലായി ബാലച്ചൻ ആഹാരം കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ മനസ്സിൻ്റെയൊക്കെ ഒരു പ്രയാസം കാരണമായിരിക്കുക. അപ്പോൾ ദേവി പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ബാലച്ചൻ അതിൻ്റെ പകുതി കഴിച്ചോ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറയാം. അപ്പോഴേക്ക് ധർമ്മം പറയും, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറയും. അപ്പം ദേവി വഴക്കുറഞ്ഞ് വിടണേ, പോയി കഴിച്ചോണം കേട്ടോ. അപ്പം ബാലച്ചൻ കഴിക്കാത്തതുകൊണ്ടാണ് ഞാനും കഴിക്കാത്ത മോളെ, അളിയൻ കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇറങ്ങിപ്പോവില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ദേവി നിർബന്ധിപ്പിച്ച് ബാലച്ചനെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പ്ലേറ്റ് ഇല്ല. അപ്പോൾ ധർമ്മം പറയും, ഞാൻ ചായക്കടയിൽ നിന്ന് പോയി ഒരു പ്ലേറ്റ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ബാലച്ചൻ പറയും, ധർമ്മ നീ പ്ലേറ്റ് വാങ്ങണ്ട, ഞാനേ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇല്ലില്ല ബാലച്ചൻ കഴിക്കില്ല. ദേവി പറഞ്ഞു, ബാലച്ചൻ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഇതിൽ 2 പേർക്കുള്ള ഭക്ഷണം ഉണ്ട് ബാലച്ച, അതുകൊണ്ട് തികയും നമുക്ക് ബാ എന്ന് പറയാം. അപ്പം ബാലച്ചൻ പറയും, ഇല്ല മോളെ, ഗോമതി അവിടെ കാത്തിരിക്കും, 1-2 ദിവസമായി പോവാറില്ല, ഞാൻ പോയിട്ട് അവളെ കൂടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയാം. ഉറപ്പായിട്ടും പോകുമെന്ന് ചോദിക്കാം. അപ്പം ബാലച്ചൻ പറയും, ഞാൻ പൊക്കോളാം, മോള് കഴിച്ചോളാൻ പറയാം. അങ്ങനെ ധർമ്മനും ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്, ബാലച്ചനും. കാരണം വേറൊന്നുമല്ല, ബാലച്ചന് ഭക്ഷണമൊന്നും ഇറങ്ങി പോകുന്നില്ല, സമയത്ത് ആഹാരം കഴിക്കുകയോ
ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർക്ക് മാനസികമായിട്ട് അത്രയേറെ ഒരു ബുദ്ധിമുട്ടും സങ്കടവും ഉള്ളതുകൊണ്ടാണ് ആ കഴിക്കാണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സീനും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ മിത്രയും ആര്യനും, അത് ആദ്യമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ മിത്രയും ആര്യനും അന്ന് ഒരു കരിക്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അലോകും അനുവും വന്ന് അവിടെ ഒരു വിഷയം ഉണ്ടായല്ലോ. അത് ആര്യൻ നമ്മുടെ ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സീനുണ്ട്, അവനെ എൻ്റെ കൈ കിട്ടിയാൽ ഞാനുണ്ടല്ലോ അവനെ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ ഗോമതി ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആര്യ നീ ഒരു പ്രശ്നത്തിനും പോകണ്ട, അവളെ ഇഷ്ടത്തിന് പോയി ഓരോന്നും ചെയ്തല്ലേ, അതൊക്കെ അവൾ എന്നെ അനുഭവിക്കട്ടെ. അമ്മ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എൻ്റെ പെങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയെന്നുള്ളൂ, എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല, അവളെ അങ്ങനെ ദ്രോഹിക്കാൻ അവനെ ഞാൻ വിടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മിത്ര കാര്യങ്ങൾ നടന്നതൊക്കെ ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ചുമ്മാ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആലോക് നമ്മുടെ അനുവിനെ ദേഷ്യപ്പെടുകയും കയ്യെ പിടിച്ച് വലിക്കുകയൊക്കെ ഉള്ളൊരു ഷോ കാണിച്ചു. അപ്പോൾ ആര്യൻ ഒന്ന് ഇടഞ്ഞായിരുന്നു, പ്രശ്നങ്ങളില്ലാണ്ട് ഞാൻ ആര്യനെ ഇങ്ങ് കൊണ്ടുവന്ന അമ്മയെന്ന് നമ്മുടെ മിത്ര പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെയാണ് ഇനി വരുന്ന 1-2 ദിവസങ്ങളിലും ഇന്നുമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.